കഴിഞ്ഞ ദിവസം രോഗി വന്നിട്ട് പറഞ്ഞു ആ രോഗിയുടെ ഉള്ളൊരു അസുഖം മാറാനായിട്ട് അതൊരു ദിവസം രാത്രി 1 മണിക്ക് ട്രാവൽ ചെയ്ത് ഏറെക്കുറെ 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഒരു ചികിത്സാലയത്തിൽ പോയി. 4 മണിന്റെ മുമ്പ് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ച് വെയിലാവുന്നതിന് മുമ്പ് വീട്ടിലെത്തി. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഈ ഒരു അസുഖം മാറാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിന് യാതൊരു കുറവുണ്ടായില്ല. അത്രയ്ക്ക് ആ രോഗി ചെയ്യണമെങ്കിൽ ആ അസുഖത്തിന്റെ ഒരു വിഷമം ആലോചിച്ച് നോക്കി. ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ അസുഖം നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം മൈഗ്രെയിനെ പറ്റിയാണ്. മൈഗ്രെയിൻ, തലവേദന, ചെന്നിക്കുത്ത്. അസഹ്യമായ പെയിനാവും, അസഹ്യമായ വേദന ഉണ്ടാവും, ഓക്കാനം, ഛർദി, ദേഷ്യം. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ദേഷ്യമാവും ഈ വേദന വന്നു തുടങ്ങിയാൽ. ആരും ഈ സാധനം അത്ര മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ വീട്ടിലുള്ള ആൾക്കാരൊന്നും ഈ ഒരു തലവേദന അത്ര ഗൗരവത്തിൽ കാണൂല. കാരണം എന്താ വെച്ചാൽ മിക്ക ദിവസങ്ങളിലും ഈ ആൾക്ക് ഈ അസുഖം വരാം. രാവിലെ ഉണരുമ്പം, എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ, ഒന്ന് യാത്ര ചെയ്താൽ, എന്തെങ്കിലും ഒരു സ്പ്രേയുടെ ഒക്കെ ഡിയോഡ്രൻസിന്റെ മണം ഒന്ന് മണത്ത് കഴിഞ്ഞാല്, ചെറിയൊരു ഉറക്കക്കുറവ് വന്നാല്, കുറച്ചേരം വിശന്നിരുന്നാല്, അത്യാവശ്യമായിട്ട് വെയിൽ കൊള്ളേണ്ടി വന്നാൽ ഒക്കെ മൈഗ്രെയിൻ അടിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അവൾക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ ഓന് തലവേദനയാണ്, ഒന്നും ഒന്നുമില്ലല്ലേ, തലവേദനയാണല്ലേ, ആ രീതിയിലൊരു ബിഹേവിയർ ആണ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് അനുഭവിക്കുന്ന ആൾക്ക് അസഹ്യമായ പെയിനാണ്. ഇതിന്റെ വേദനയുടെ അവസ്ഥ കാരണം ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ച പേഷ്യൻസിന്റെ ക്ലിനിക്ക് വന്നിട്ടുണ്ട്. അത്രയും വിഷമമുള്ള ഈ മൈഗ്രെയിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കിതെങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും, ഇത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുമോ, ഇതുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. മൊത്തം ലോകത്ത് 12% ആൾക്കാർ ഈ മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതായത് 100-ൽ 12 പേർക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ ഇന്റൻസിറ്റിയിലാണ് ഈ സംഗതി വരിക. ചില ആൾക്കാർക്ക് വൺസ് ഇൻ എ മന്ത് വരും, ചിലവർക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ വരും, ചിലവർക്ക് ട്വൈസ് ഇൻ ഇയർ എപ്പോഴെങ്കിലും വരും, ചിലർക്ക് വീക്കിൽ, ആഴ്ചയിൽ ഒരിക്കൽ വന്നുകൊണ്ടിരിക്കും, ചിലർക്ക് എല്ലാ ദിവസവും ഈ സാധനം വരും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ മൈഗ്രെയിൻ അറ്റാക്ക് വരാറ്. ഇതിന്റെ കാരണം അന്വേഷിച്ച് പോയാൽ പ്രത്യേകിച്ച് ഒരു സോളിഡ് കാരണം നമുക്ക് കിട്ടൂല. അതതിന്റെ ഒരു പ്രശ്നം. എന്നാൽ കാരണം മാറ്റി വെച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ആൾക്കാർ ചിന്തിക്കുക. അത്തരം ഒരു കാരണം ഇതിന് കിട്ടാറില്ല. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഇതുണ്ടാവാം. ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് കിട്ടും. അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇത് കിട്ടാം. നമ്മുടെ ബ്രെയിനിലെ സെറട്ടോണിൻ, ഡോപ്പമിൻ ഒക്കെ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഈ സാധനം ട്രിഗർ ചെയ്യാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ വന്ന തിയറീസ് ഒക്കെ പറയുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. നമ്മുടെ വയറും ബ്രെയിനും തമ്മിൽ ഒരു സന്തുലനാവസ്ഥ ഉണ്ട്. അതിൽ വരുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലെ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയൽ ഫ്ലോറയിൽ വരുന്ന വ്യതിയാനങ്ങളൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് വിശന്നിരുന്നാൽ മൈഗ്രെയിൻ അടിക്കും. ഈ ലെപ്റ്റിനും ഗ്രിലിനും നമ്മൾ വിശപ്പ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിന്റെ ട്രിഗേഴ്സ് ആണ്. അതായത് മൈഗ്രെയിൻ പെട്ടെന്ന് വരാൻ കാരണമാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് കേൾക്കണം. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സൂക്ഷിക്കാനും ഇതെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ ഈ മൈഗ്രെയിനിന്റെ അറ്റാക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഇൻഹാൻഡ് കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. സ്ത്രീകളിലൊക്കെ ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇപ്പം മെൻസസിന് മുമ്പ് ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഹോർമോൺ സ്ട്രൈക്കുകളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇത് ട്രിഗർ ചെയ്യപ്പെടാം. മിക്ക സ്ത്രീകൾക്കും മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് മെൻസസ് തുടങ്ങുന്നതിന്റെ, പീരിയഡ്സ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമൊക്കെ മൈഗ്രെയിൻ വരും. രണ്ടാമത്തെ ട്രിഗർ സ്ലീപ്ലെസ്നെസ് ആണ്, ഉറക്കക്കുറവാണ്. ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഉറക്കം ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മൂവീസ് കാണുക, ഒരുപാട് നേരം പാട്ട് കേൾക്കുക, അത്തരം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇത് ട്രിഗർ ആവും. പിറ്റേ ദിവസം മൈഗ്രെയിൻ വരാം. ഇനി ഉറക്കം കൂടിയാലും ഈ സംഗതി വരും. സാധാരണ ഒരു 7 to 8 hours ഉറങ്ങുന്ന ആള് വീണ്ടും ബെഡിൽ വെറുതെ ചടച്ചിരുന്ന് കിടന്നുറങ്ങി വീണ്ടും 1-2 മണിക്കൂറൊക്കെ നീണ്ടു ഉറങ്ങിയോ, അപ്പോൾ എണീക്കുമ്പോൾ ഈ സാധനം വരാം. എന്തിനേറെ പറയണം, നമ്മളെ വെതർ ചേഞ്ചസ് വരെ മൈഗ്രെയിൻ ഉണ്ടാക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരിക്കൽ കഴിഞ്ഞ ഒരു 2 years മുമ്പാണ് കാശ്മീരിലെ ലഡാക്കിൽ പോയപ്പോൾ അവിടുത്തെ ആ സമയത്ത് ഏറെക്കുറെ -ഡിഗ്രിയിലാണ് അവിടുത്തെ തണുപ്പുള്ളത്. നമ്മൾ പുറത്തിറങ്ങിയ കാറ്റ് കൊള്ളുമ്പോൾ തലവേദന ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഈ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ചെയ്യും. നമ്മൾ അത്രയും കവർ ചെയ്ത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അന്ന് തലവേദന വന്നായിരുന്നു. അപ്പം വെതർ ചേഞ്ചസ്, പെട്ടെന്നുള്ള മഴ, നമ്മൾ പെട്ടെന്ന് ഒരു AC റൂമിലേക്ക് കയറുമ്പോൾ, പെട്ടെന്ന് ചൂടുള്ള കാലാവസ്ഥയിൽ എത്തുമ്പോഴൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാം. മറ്റൊരു ട്രിഗറിങ് ഫാക്ടർ സ്ട്രെസ്സും ആങ്സൈറ്റിയും ആണ്.
നമ്മൾ നന്നായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്തൊക്കെ ഇതൊന്നും നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും നമുക്ക് അത്ര പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്ട്രെസ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നൊരു കാര്യമില്ലല്ലോ. ചില സിറ്റുവേഷനിൽ സ്ട്രെസ് വരും, അത് വളരെ നാച്ചുറൽ കോമൺ ആണ്. പക്ഷെ അത്തരം സിറ്റുവേഷനിലും മൈഗ്രൈൻ ഉള്ള ആൾക്കാർക്ക് ഈ സാധനം വരും. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ഓഡേഴ്സ്, സ്മെല്ലുകൾ വന്നു കഴിഞ്ഞാൽ, ചില സ്പ്രേ ഒക്കെ സ്മെല് ചെയ്താൽ ഈ ആൾക്കാർക്ക് മൈഗ്രൈൻ ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര നോയ്സി ആയ സ്ഥലത്ത്, ഭയങ്കര മ്യൂസിക് DJ ഒക്കെ ഉള്ള പാർട്ടികളിൽ, ഭയങ്കര സൗണ്ടുള്ള സ്ഥലത്തൊക്കെ ഈ സാധനം ചാടിക്കേറി വരും. മറ്റൊരു ട്രിഗറാണ് ചില ഭക്ഷണങ്ങൾ, കോഫി ചില ആൾക്കാർക്ക് മൈഗ്രൈൻ ട്രിഗർ ചെയ്യും. ചീസ്, ബട്ടറൊക്കെ, അത്തരം ചില ഭക്ഷണങ്ങളും, ഇപ്പം ഗീ റൈസ് ഒക്കെ അധികമായി കഴിച്ച ആൾക്കാർ, ബിരിയാണി കഴിച്ചാലൊക്കെ ചില ആൾക്കാർക്ക് മൈഗ്രൈൻ വരും. അപ്പൊ ഈ ട്രിഗേഴ്സ് ഒക്കെ നോക്കി ഒഴിവാക്കാൻ പറ്റുന്ന ട്രിഗേഴ്സ് മാക്സിമം കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതിനെ പിടിച്ചെട്ടാനും നമുക്കൊന്ന് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഈ പറഞ്ഞ ട്രിഗേഴ്സിൽ ഇപ്പൊ കാണുന്നവർ മൈഗ്രൈൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ട്രിഗർ ഏതാന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മൈഗ്രൈൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അത് ക്യൂർ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് നടന്ന പഠനങ്ങളിൽ മൈഗ്രൈനുള്ള ആൾക്കാർ ഒരു 8 to 12 ഗ്ലാസസ് പെർ ഡേ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൈഗ്രെയിൻ കൺട്രോൾ ആവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ മൈഗ്രെയിനുള്ള ആളാണോ? തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചിരിക്കണം. 2.5 to 3 ലിറ്റർ വെള്ളം. അത് ബോട്ടിലിൽ തന്നെ വെച്ച് അളന്ന് കുടിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര കുടിക്കുന്നു എന്നുള്ളത്. നല്ല രീതിയിൽ മൈഗ്രെയിൻ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരുപാട് പേഷ്യൻസിനോട് ഇത് പറഞ്ഞു കൊടുത്ത് അവർ നല്ല റിസൾട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം സമയത്ത് കഴിക്കുക. ഒരുപാട് ഡിലേ ആവാണ്ടിരിക്കുക. ഇൻ കേസ് ഡിലേ ആവേണ്ട സിറ്റുവേഷൻസ് വന്നാൽ എന്തെങ്കിലും ആ ഗ്യാപ്പിൽ എടുത്ത് കഴിക്കണം. ഒരു റോബസ്റ്റ് പഴമോ ഒരു ഏത്തപ്പഴമോ എന്തെങ്കിലും ആ സമയത്ത് എടുത്ത് കഴിച്ച് വയറിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മൈഗ്രെയിൻ കുറയാനത് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാണ്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, നിങ്ങൾ നിർബന്ധമായും മൈഗ്രെയിനുള്ളവരാണ് ചെയ്യേണ്ട ഒരു സംഗതി. ഇനി നമ്മുടെ അടുത്തൊക്കെ വന്ന് നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനമാണ് എക്സസൈസ്. 30 മുതൽ 40 മിനിറ്റ് വരെ മിനിമം നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം. എക്സസൈസിന് ഒരു മടികൾ കാണിക്കരുത്. നമ്മൾ തരുന്ന മരുന്ന് പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് എക്സസൈസിനെയും കാണണം. ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ മൈഗ്രെയിൻ കുറയും. അത് നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ അതിൻ്റെ കൂടെ ഈ എക്സസൈസ് കൂടെ തുടരണം. എക്സസൈസ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ, ഇപ്പോൾ ഓക്സിറ്റോസിൻ, ഞാൻ നേരത്തെ പറഞ്ഞ സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അങ്ങനെയും ഇത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാണ്ടിരിക്കാൻ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സുകൾ, ഇത് രണ്ടിലും നന്നായിട്ട് മഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തന്നെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ടില്ലേ, അതിലേക്ക് നന്നായിട്ട് മഗ്നീഷ്യം ഉണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ മൈഗ്രെയിൻ്റെ മറ്റൊരു വശമുണ്ട്. മൈഗ്രെയിൻ ശരിക്കും ഒരു സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ സൊമാറ്റോഫോം ഡിസോർഡേഴ്സിൽ വരുന്നൊരു സംഗതിയാണ് നമ്മൾ പൊതുവെ പറയാറ്. ഒരു ഫിസിക്കൽ വിഷമത്തെക്കാളും മാനസികമായിട്ടുണ്ടാകുന്ന ചില സ്ട്രെസ്സോ വിഷമങ്ങളൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാക്കുക. അപ്പം ഈ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വിഷമങ്ങളുള്ള സങ്കടങ്ങളോ ഗ്രീഫോ ഡിപ്രഷൻ പോലത്തെ സിറ്റുവേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈഫിലുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. പൊതുവേ ഇത്തരം കേസുകൾ ഞാൻ അത്തരം കോഴ്സുകൾ ഈ പേഷ്യൻസിന് തേടി പോകാറുണ്ട്. എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അതൊന്ന് റിലീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നല്ല രീതിയിൽ മൈഗ്രെയിൻ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരം സംഗതികളുണ്ടെങ്കിൽ ഒരു CBT അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ടീനേജ് ഗേൾസിലൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടുന്ന, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഇത്തരം സ്ട്രെസ്സുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മെൻസസിൻ്റെ സമയത്തും. മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പെപ്പർമിൻറ്റിൻ്റെ ഓയിൽ കിട്ടും. അത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തലയുടെ ഭാഗത്തും കഴുത്തിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പുരട്ടി കൊടുത്താൽ ചെറിയ രീതിയിൽ അതൊരു റിലാക്സേഷൻ എഫക്റ്റ് തരും. അപ്പം അത് റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഐസ് പാക്സ് ആണ്. ഒരു കവറിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തലയിലും ഈ കഴുത്തിൻ്റെ ബാഗത്തൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുത്താലും അത് ചെറിയ രീതിയിൽ നമുക്ക് റിലാക്സേഷൻ തരും. മൂന്നാമത്തെ ജിഞ്ചർ ടീ, നമ്മൾ ഇഞ്ചി ചായ, ഞാൻ എപ്പോഴും പറയുന്നത് ഇഞ്ചി ചായ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഒക്കെ ഉള്ളൊരു സംഗതിയാണ്. നല്ല രീതിയിൽ അതൊന്ന് കഴിച്ച് നോക്കാം. ചില ആൾക്കാരിൽ കോഫിയും കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ആശ്വാസം തരും. മൂന്നാമത്, ചൂട് പിടിച്ചാലും, ഈ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ചൂട് പിടിച്ചാലും ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ ആശ്വാസം ഉണ്ടാവും. ചിലർക്കൊന്ന് ഉറങ്ങണം, ഒന്ന് ഉറങ്ങി എണീറ്റാൽ മാത്രമേ സാധനം കുറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ ഉറങ്ങി നോക്കാം. സ്ഥിരമായിട്ട് യോഗയും ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുന്നതും നല്ലൊരു പരിധി വരെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതിന് അത്
റിലീഫ് തരും. ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാൽ യോഗയും ഈ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ നമ്മൾ സ്ട്രെസ്സ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ്സ് ഭയങ്കര ഒരു കോസാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്ട്രെസ്സ് കുറക്കുന്നതോട് നമുക്കിതും മാനേജ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് മൈഗ്രെയിൻ വിഷമമൊക്കെ അനുഭവിക്കുന്നതാണ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് ഒന്നും വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ ഹോമിയോപ്പതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് പറയാൻ കാര്യം ഒത്തിരി പേർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റാറുണ്ട്. എല്ലാ കേസിലും വർക്കൗട്ട് ചെയ്യുന്നില്ല, എന്നിരുന്നാലും നല്ല രീതിയിൽ ഒരു 3 months to 6 months വരെയൊക്കെ മെഡിസിൻസ് എടുത്താൽ തന്നെ കാലങ്ങളായിട്ടുള്ള മൈഗ്രെയിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു സൈക്കോതെറാപ്പി കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുള്ള കേസിൽ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായിട്ട് ഇതിന് പരിഹാരമാവും. ഒട്ടും മാറാത്തൊരു അസുഖേ അല്ല ഇത് കേട്ടോ. നിങ്ങൾ ടെൻഷൻ എടുക്കുകയേ വേണ്ട, നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ വാച്ച് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മൈഗ്രെയിൻ വരാറ്, നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ഛർദിക്കോ ഓക്കാനുണ്ടാവുമോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ മൈഗ്രെയിൻ ഉള്ളവർക്കൊരു ആശ്വാസമാവും, അവർക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക് യു സോ മച്ച്.